ഓ മീനൊക്കെ ഉള്ളു. കുട്ടികൾക്ക് മേടിക്കാൻ പറ്റുന്ന ഫോട്ടോ ഇഞ്ചി മുളക് ഇട്ടിട്ട് അതിനെ കുറിച്ചാണത്. പക്ഷേ ഇതിന് രുചിയുണ്ട്. പിന്നെ എന്തൊരു അരക്കിലോ മതിയായിരിക്കും. അവര് വരുന്നില്ലേ ഇന്ന്? അറിയത്തില്ല എന്നാ വരുന്നതെന്നാ. പനി ഉണ്ടായിരുന്നു ഇന്നലെ. അതും മറക്കാനുള്ളത്. പുളി ഇത് കൂടുതല. കിലോ ആയിക്കോട്ടെ, നാളെ കാണാം. ജീവിക്കട്ടെ. ഇങ്ങനെ ഇടവഴി കൂടെ ഒക്കെ കയറും. ഭരണസംഖ്യ എല്ലാം ബയോജന ബാധകമല്ല. ചെറിയ കുറിച്ച് അല്ലേ? ഇതെങ്ങോട്ടാ അയക്കുന്നത്? പിള്ളേരാണ് അപ്പോൾ അങ്ങനെ കണ്ടോ, ഞാൻ മേടിച്ചുകൊണ്ട് പോവാണ്. കുറിച്ചിയുണ്ട്, കുഞ്ഞി കുറിച്ചിയുണ്ട്. കുഞ്ഞി കുറിച്ചി കൊണ്ട് മീൻ പീര് വയ്ക്കും. ആ കുറിച്ച് നമുക്ക് കറി വയ്ക്കാം. നല്ല ടേസ്റ്റാണെന്നാണ് മീൻകാരും പറഞ്ഞത്. നോക്കാം നമുക്ക്. നമുക്ക് വീട്ടിലേക്ക് കയറി അടുത്ത പണിയിലേക്ക് പോവാം കേട്ടോ. എൻ്റെ സ്വരത്തിന് ഇച്ചിരി മാറ്റമുണ്ട് കേട്ടോ. എന്നാന്ന് പറയാം, എനിക്ക് ജലദോഷം തൊണ്ടവേദനയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് സ്വരം ഇച്ചിരി മാറിയിരിക്കുവാണ്. ഇത് ഇതേ ഓമന ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഓമന. ഞങ്ങളുടെ ഓമനയാണിത്. കുറിച്ചിയാണ് ഉണ്ടാക്കുന്നത്. കണ്ടോ, ചെറുത് കുറിച്ചിയാണിത്. ഇത് വറക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി കുറിച്ചി വറക്കാൻ നല്ല മീനാണ്. ഉണക്കക്കുറിച്ചി ആണെങ്കിലുണ്ടല്ലോ, ഉണക്കമീൻ ഒത്തിരി നല്ലതാണ് വറുക്കാൻ. ഇനി ആ മറ്റതും കൂടെ കാണിച്ചു തരാം. ഓമനെ പാക്കുറിച്ചി കൂടെ അതേ നോക്കാം. പാക്കുറിച്ചി ഇത് കണ്ടോ, വലിയ കുറിച്ചി. പാക്കുറിച്ചി എന്ന് പറയും അതിന്. ഇത് നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുറിച്ചി വറക്കാൻ. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഈ പെരയുടെ ഇവിടെ ഷോക്കി ഒന്ന് കാണിച്ചു തരാവേ. ഇവിടുവാ, കൂടെ വന്നാൽ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഒരു കുഞ്ഞു കപ്പളം ഉണ്ടായി. ചെറിയ കപ്പളം. ഇതിൻ്റെ വലിയ കപ്പളം ഉണ്ടല്ലോ. ഇത് കണ്ടോ, ഇതേ കപ്പളങ്ങ ഉണ്ടായിട്ടുണ്ട്. കപ്പളങ്ങ ഉണ്ടോ, 4 കപ്പളങ്ങ 5 കപ്പളങ്ങയുണ്ട്. പിന്നെ വേറൊരു സാധനം കാണിച്ചു തരാം. ഇതെന്നാന്ന് കണ്ടോ, ഇത് മുളക്, കാന്താരി മുളകാണ്. കാന്താരി നല്ല എരിവുള്ള മുളകാണ്. അതുകൊണ്ട് കാന്താരി ഉണ്ടായി നിൽക്കുന്നത് കാണിച്ചേ. ഇത് കണ്ട മുളക്, ഇത് കണ്ടോ, നല്ല ഭയങ്കര എരിവുള്ള മുളകായത്. കാന്താരി ഉണ്ട്. പിന്നെ കപ്പളത്തിൻ്റെ തൈയുണ്ട് 2 എണ്ണം. ഇതുണ്ട്. ഇത് കണ്ടോ, മധുരക്കിഴങ്ങ്. ഇതുണ്ട് ഒരു കരിയാപ്പ് കറി ലീവ്സ് ഉണ്ടോ, ഒഴിച്ചിട്ടേക്കുക. ചെറുതാണ്. സ്വീറ്റ് പൊട്ടറ്റോയാണിത്. ഇതിൻ്റെ ചെടി സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയും. സ്വീറ്റ് പൊട്ടറ്റോയുടെ മുളച്ച് നിൽക്കുന്നതാണ്. പിന്നെ
ഇത് ഞങ്ങളുടെ പറമ്പും കൂടെ കാണിച്ചത് വാഴയൊക്കെ നിൽക്കുന്നു. വാഴക്കൊല ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇവിടെയുണ്ട്, കൊലയുണ്ട്. എന്നാ പെട്ടെന്ന് എന്നിട്ട് ഇവിടെ ഒരു വാഴയുണ്ട്. ഇവിടെ ഒരു വാഴ കൊലയുണ്ടായി നിൽപ്പുണ്ട്. തെങ്ങെല്ലാം കുഴിച്ചിട്ടേക്കുന്നേ ണ്ട്. കൊല മൂത്തിട്ടുണ്ട്. വെട്ടി വെച്ചാൽ ഇപ്പൊ പഴുക്കും. സ്പൂണെടുക്കണം. ഇനി എണ്ണ ചൂടായിട്ടു. ഇനി കടുകിടാൻ പോവാണ്. കേട്ടോ തേങ്ങ അരച്ച് പച്ചമുളക് കീറിയിടണോ അവന്? കത്തി. മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇല്ല. ഇച്ചിരി വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് ഇതൊരു പരുവായിട്ടുണ്ട്. ഇതിനകത്തോട്ട് വെള്ളം കൊടുക്കുക. കുറിച്ച് കറി വെക്കാം. ഇനി ഇടുക. കരിയാപ്പില ഇടുന്നതൊക്കെ കാണി. കരിയാപ്പില കൂടി ഇട്ടു. ഇനി മൂടി വെച്ച് അത് വേവിക്കാം. മീൻകറി റെഡി ആയിട്ടുണ്ടേ.